+1 ഇംഗ്ലീഷ് ലെസൺ 2 സോ മച്ച് ഹാപ്പിനെസ് പാർട്ട് 2 വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡൈഡാക്റ്റിക് അർത്ഥം ഗുണപാഠപരമായ. ഈ കവിതയുടെ സ്വഭാവം വിശകലനം ചെയ്യുമ്പോൾ വായനക്കാരനൊരു പാഠം നൽകുന്ന തരം ഡൈഡാക്റ്റിക് കവിതയാണിതെന്ന് പറയാം. ഇർറിപ്രസിബിൾ അർത്ഥം നിയന്ത്രിക്കാനാവാത്ത, നിയന്ത്രിക്കാൻ പ്രയാസമായ വികാരങ്ങളെയോ പെരുമാറ്റത്തെയോ വിവരിക്കാൻ ഇതുപയോഗിക്കുന്നു. ഉദാഹരണത്തിന് അതിയായ സന്തോഷം. ഒരു കാര്യം പറയട്ടെ, റിപ്പീറ്റായി റീഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ വാക്കുകൾ ഓർക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുഫിയിലെ 15 വേർഡ്സ് പ്ലസ് സോ മച്ച് ഹാപ്പിനെസ്സിലെ 10 വേർഡ്സ് എല്ലാം കൂടി 25 വേർഡുകൾ മലയാളം മീനിങ്ങോടെ. PDF വേണമെങ്കിൽ PDF എന്ന് കമന്റ് ചെയ്താൽ ഞാൻ അയച്ചു തരാം. നമുക്ക് തുടരാം. ഷ്രഗ് അർത്ഥം തോൾ കുലുക്കുക. ഒരു കാര്യം വ്യക്തമാക്കാൻ കഴിയാത്തപ്പോഴോ അല്ലെങ്കിൽ നിസ്സംഗത കാണിക്കാനോ തോൾ ഉയർത്തുന്ന ആംഗ്യമാണിത്. സന്തോഷത്തിന്റെ കാരണം വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു. ആസ്പെരിറ്റി അർത്ഥം സംസാരത്തിലെ കടുപ്പം. പെരുമാറ്റത്തിലോ സ്വരത്തിലോ ഉള്ള കാഠിന്യത്തെ സൂചിപ്പിക്കാൻ ഗ്ലോസറിയിൽ നൽകിയിട്ടുള്ള വാക്കാണിത്. ഡെസലേഷൻ അർത്ഥം കൊടും സങ്കടം. സന്തോഷത്തിന്റെ അഭാവത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത വിഷമത്തെ വിവരിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നു. ഉടൻ പുറത്തിറങ്ങുന്നു. ഡിക്ഷണറിയിലെ പൊതുവായ അർത്ഥങ്ങളല്ല, നിങ്ങളുടെ +1 ഇംഗ്ലീഷ് ബുക്കിലെ അർത്ഥങ്ങൾ മാത്രം. പഠിക്കേണ്ടത് മാത്രം പഠിക്കൂ. ബുക്ക് ലഭിക്കാൻ ബുക്ക് എന്ന് കമന്റ് ചെയ്യൂ.